അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് KSRTC ജീവനക്കാരെ സംബന്ധിച്ചുള്ള വാർത്തയാണ്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പങ്കുവച്ചിരുന്നു. ഇനി മുതൽ എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം നൽകുമെന്നാണ് ആ പ്രഖ്യാപനം. നാളുകളായുള്ള സമരമാണ്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ആ കുടിശ്ശികയൊക്കെ തീർത്ത് SBI ഓവർഡ്രാഫ്റ്റ് എടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. കടം വാങ്ങിയാണ് ശമ്പളം നൽകുന്നതെന്നും ജീവനക്കാർ അതറിഞ്ഞു പ്രവർത്തിക്കണമെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ KSRTC ജീവനക്കാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ഇനി മുതൽ എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം അക്കൗണ്ടിലെത്തും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചേർന്നൊരു ഓവർഡ്രാഫ്റ്റ് 100 കോടിയുടെ ഓവർഡ്രാഫ്റ്റ് എടുത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ ഓവർഡ്രാഫ്റ്റ് പരമാവധി കുറച്ചുപയോഗിച്ചുകൊണ്ട് ഏറ്റവും കുറച്ച് പലിശ വരത്തക്ക രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള ഒരു വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ശൈലിയായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. സർക്കാർ സഹായം 50 കോടി ലഭിക്കുമ്പോൾ തിരിച്ചടയ്ക്കും. വരുമാനത്തിൽ നിന്നും ചെലവ് ചുരുക്കിയും ബാക്കി തുക കണ്ടെത്തും. 20 ദിവസം കൊണ്ട് ഓവർഡ്രാഫ്റ്റ് നികത്തുമെന്നും മന്ത്രി. KSRTCക്ക് 148 അക്കൗണ്ട് ഉണ്ടായിരുന്നു പല ബാങ്കുകളിലായിരുന്നു. അതെല്ലാം അവസാനിപ്പിച്ചു. അതൊന്നും ഇനി ഉണ്ടാവില്ല. ഇനി മുതൽ ഒരു പൈസ പോലും KSRTC കയ്യിൽ വയ്ക്കുന്നില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന വൈകിട്ട് 3:30 മണിക്ക് ബാങ്കിൽ പണം അടയ്ക്കും. അതുവരെയുള്ള കളക്ഷൻ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 10:30 മണിക്ക് അടയ്ക്കും. ഇങ്ങനെ എത്രയും പെട്ടെന്ന് ബാങ്കിലേക്ക് പണം, കയ്യിലിരിക്കുന്ന പണം മുഴുവൻ എത്രയും പെട്ടെന്ന് ബാങ്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി വാടക എല്ലാം വാങ്ങുന്നത് ഓൺലൈനായിരിക്കും. വരുമാനത്തിൻ്റെ 5% പെൻഷനായി മാറ്റിവെക്കും. 2 മാസത്തിനകം പെൻഷനും കൃത്യമായി വിതരണം ചെയ്യാനാവും. PF ആനുകൂല്യങ്ങളും ഉടൻ കൃത്യമായി കൊടുക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ ജീവനക്കാർ ആത്മാർത്ഥത, നിങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം തരിക, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക. ഇനി ചിലർ വരും, നമുക്ക് ശമ്പള വർധനവ് സമരം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അത് തൽക്കാലം ഒന്നും പറ്റുന്ന കാര്യമല്ല. ഇത് കടം വാങ്ങിച്ചിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഈ കടം സർക്കാർ ഇത് ശമ്പളം 1-ാം തീയതി തരുന്നത്. അതും വീട്ടേണ്ട ചുമതല നമുക്ക് തന്നെയാണ്, സർക്കാരിന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ദേവി ഇത് പുതിയ പരിപാടികളുമായിട്ട് ആളുകൾ ഇറങ്ങും. കാരണം നമ്മൾ മറ്റാരെയും കണ്ടില്ല. പ്രതിമാസം 80 കോടി രൂപയാണ് ശമ്പള വിതരണത്തിന് വേണ്ടത്. 2021 ജൂൺ മാസത്തെ ശമ്പളം ജൂലൈ 2-ന് വിതരണം ചെയ്ത ശേഷം KSRTCക്ക് ഒരുമിച്ചോ 1-ാം തീയതിയോ ശമ്പളം വിതരണം നടത്താൻ സാധിച്ചിരുന്നില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.